നമ്മളുടെ വിജയണ്ണ ബൈക്കേറ്റ് വെള്ളച്ചാട്ടം എവിടെയെന്ന് ആർക്കെങ്കിലും അറിയോ? എന്നാ നമുക്കത് കാണാൻ പോയല്ലോ. സംഭവം വരുന്നത് മഹാരാഷ്ട്രയിലാണ്. എറണാകുളത്ത് നിന്ന് എടുക്കുന്ന പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കയറി നമുക്ക് ആദ്യം പോണത് പനവേലിലോട്ടാ. മൊത്തം 24 മണിക്കൂർ യാത്രയായി വരുന്നത്. രാത്രി കയറിയത് കൊണ്ട് തന്നെ കയറിയത് ഒറ്റ ഉറക്കമായിരുന്നു. ശവത്തെ കുത്തരുത്. പിന്നെ പതിവ് പോലെ തന്നെ പേസ്റ്റിന് വേണ്ടി രാവിലെ തെന്നിക്കൊണ്ടിരുന്നു. പിന്നെ റെയിൽവേയില് VIP ഫുഡ് ആയതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾ ബ്രെഡ് ജാമും കയ്യിൽ വെച്ചു. അല്ലെങ്കിൽ പണി പാളു. എന്തോ ഭാഗ്യത്തിന് ടോയ്ലറ്റ് വൃത്തിയുള്ളതുകൊണ്ട് പരിപാടി സ്മൂത്ത് ആയി കഴിഞ്ഞു. മെയിനായിട്ട് യൂണിവേഴ്സിറ്റിയും സ്നാക്സ് ഒക്കെ ആയിട്ട് സമയം അങ്ങനെ പോയി. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ എല്ലാവരും ജീവിയെ പോലെ കൊച്ചുത്സവം വായിച്ചിരുന്ന സംഭവം ജാലിയായിട്ടിരിക്കുക. അല്ലെങ്കിൽ ഇതേപോലെ സംഭവം ട്രെയിനിനകത്ത് കുറച്ചൊക്കെ ബോർഡിച്ചെങ്കിലും ട്രെയിൻ പിടിച്ചിട്ടോടെ ഇറങ്ങിയിട്ട് കോപ്രായം കാണിച്ചിട്ടും കയ്യിലുള്ള ഫുഡെല്ലാം അടിച്ച് തീർത്ത് പിന്നെയും ഫുഡ് ഓർഡർ ചെയ്തു. പിന്നെ ഒരു മഴയൊക്കെ വന്നപ്പോൾ ജാളിയായിട്ട് ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ചും ഗെയിംസ് ഒക്കെ കളിച്ച് അങ്ങനെ പുലർച്ചെ പനവേൽ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെയുള്ള AC വെയിറ്റിംഗ് ഹാളിൽ ഞങ്ങളങ്ങ് കൂടി. AC യുടെ തണുപ്പ് കൂടിയോണ്ട് തന്നെ ഉള്ള പുതപ്പ് വെച്ചിട്ട് ഓണം പോലാക്കി. രാവിലെ ഫ്രഷ് ആയിട്ടൊക്കെ അവിടെ നിന്ന് നേരത്തെ തന്നെ ഇറങ്ങിയ പോരാത്തതിന് ഞങ്ങൾക്കിനി പോകേണ്ടത് മൺഗാവ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു. സോ ഞങ്ങൾ ബാഗേജ് എല്ലാം പനവേൽ സ്റ്റേഷനിൽ തന്നെ ക്ലോക്ക് റൂമിൽ വെച്ചു. സേഫ് ആയിരുന്നു. കേരളത്തിൽ നിന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കേൾക്കുന്ന ശബ്ദം അതന്നെയാ നമ്മള് രാവിലെ കഴിച്ചു. അങ്ങനെ പനവേലിൽ നിന്നുള്ള ട്രെയിനിൽ ഭായിമാരോട് അടിയുണ്ടാക്കിയിട്ട് ഉള്ളിൽ കയറി. അവിടെ നിന്ന് 2 മണിക്കൂറിന്റെ യാത്ര ഉണ്ടെങ്കിൽ ഉള്ളിൽ ഒരു മാൾ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സ്നാക്സ്, പിന്നെ വടാപ്പാവിന്റെ കാര്യം പറയണ്ടല്ലോ. മൺഗാവ് എത്തിയ ഉടൻ തന്നെ ഞങ്ങള് വെളിയിൽ വന്നിട്ട് കുമ്പെ എത്താനുള്ള പരിപാടി നോക്കി. ഈ ഓട്ടോക്കാരെ അവിടെ നിന്ന് കിട്ടിയതാ. അവിടുന്ന് വാട്ടർഫാൾസ് വരെ ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട്. പോവാനും വരാനും അവിടെയുള്ള വെയിറ്റിംഗ് ചാർജ് അടക്കമാണ് പുള്ളി 1500 വന്നു. ഞങ്ങളൊരു 8 പേരുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് ലാഭമായി തോന്നി. ബാക്കി വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രാവിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടാവേ. തോന്നില്ലേ?